Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about market positioning. In the previous classes, we have learned about market segmentation and market targeting. A whole market is divided into small segments according to homogeneous groups, and among these segments, target segments are selected to concentrate on a single segment or a few segments and create a special marketing mix for them. Today in this section, we will be discussing about market positioning. Market positioning is the process of creating an image or establishing a utility of a product among the target consumers. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായി നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണ്, മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്താണെന്നൊക്കെ പഠിച്ചിരുന്നു. ഒരു ഹ്യൂജ് മാർക്കറ്റിനെ ചെറിയ ചെറിയ സെഗ്മെൻറ്റുകളായി ഡിവൈഡ് ചെയ്യുകയും അതിനുശേഷം മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഏതൊക്കെ സെഗ്മെൻറ്റ്സിനെ സെലക്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം അതിനുശേഷമുള്ള പ്രോസസ്സാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ടാർഗറ്റ് മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാവിധ യൂട്ടിലിറ്റീസ് എന്തൊക്കെയാണ് കൃത്യമായിട്ട് അവരിലേക്ക് എത്തിക്കുക, നമ്മുടെ പ്രോഡക്റ്റിനെ ആ ഒരു കൺസ്യൂമറിനെ മൈൻഡിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഫോളോഡ് ബൈ മാർക്കറ്റേഴ്സ് ടു ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് ദിയർ പ്രോഡക്റ്റ്, ബ്രാൻഡ്, സർവീസ് ഓർ ഓർഗനൈസേഷൻ. നമ്മൾ ടാർഗറ്റ് മാർക്കറ്റായി സെലക്ട് ചെയ്തേക്കുന്ന സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടാർഗറ്റ് മാർക്കറ്റ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്, നമ്മുടെ ബ്രാൻഡ് ഏതാണ്, നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ്, നമുക്ക് എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം കുറിച്ചുള്ളൊരു ഇമേജ് കസ്റ്റമറിൻ്റെ മൈൻഡിലേക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാർക്കറ്റർ മാർക്കറ്റിംഗ് പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് പൊസിഷനിങ് ഇസ് ഡിഫൈൻഡ് ആസ് the art of designing the company's offering and image to occupy a distinctive place in the target market's mind. മാർക്കറ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയെ ഡിസൈൻ ചെയ്യുന്നത് ഏത് രീതിയിലേക്കാണ്, നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിലുള്ള കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലേക്ക് നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറിങ്സ്, അതൊരു പ്രോഡക്റ്റ് ആവാം, സർവീസ് ആവാം, ഇതിനെക്കുറിച്ചുള്ളൊരു ഇമേജ് കസ്റ്റമറിൻ്റെ മൈൻഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ മൈൻഡിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now let us look into the principles of positioning. Better to be first than to be late. The selectivity of the mind is such that the pioneer always have a presence in the mindset of the consumers. കൺസ്യൂമറിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആദ്യം കണ്ട പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാക്കുകയും അത് കുറച്ചുകൂടെ അവരുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് പൊസിഷനിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ടാർഗറ്റ് മാർക്കറ്റിലേക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. മറ്റു പ്രോഡക്റ്റുകളെല്ലാം അവരിലേക്ക് എത്തുന്നതിന് മുമ്പേ ആദ്യമേ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് അവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രത്തോളം ആ കസ്റ്റമറിൻ്റെ മൈൻഡിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കും. സ്മോൾ ചേഞ്ച് ഇൻ മാർക്കറ്റിംഗ് മിക്സ്. ഇൻ കേസ് ഇറ്റ് ഇസ് നോട്ട് ഫസ്റ്റ്, then the company should be able to create a category by making at least one small change in the marketing mix elements. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റിന് ഫസ്റ്റ് ഒരു കസ്റ്റമറിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഒരു പുതിയ കാറ്റഗറി തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതായത് നമ്മുടെ പ്രോഡക്റ്റിൽ തന്നെ പ്രോഡക്റ്റിനെ മാർക്കറ്റിംഗ് മിക്സിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട്, ചെറുതായ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഒരു പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയ കാറ്റഗറി പ്രോഡക്റ്റ് എന്ന രീതിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും എഫക്റ്റ് തന്നെ കസ്റ്റമറിൽ ഉണ്ടാക്കും. അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രാറ്റജി ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്. മാർക്കറ്റ് പൊസിഷനിങ് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കൃത്യമായിട്ട് കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിനെ എങ്ങനെ കൂടുതൽ കസ്റ്റമറിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈസി നെയിം. പൊസിഷനിങ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ് ഷുഡ് ബി മെയ്ഡ് യൂസിങ് ആൻ ഈസി നെയിം.
ഒരു കസ്റ്റമറിൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറിച്ചിടാനുള്ള ഒരു സിമ്പിൾ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈസി നെയിം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രോഡക്റ്റ് ടഫർ നെയിമിനെക്കാട്ടിലും കുറച്ചുകൂടെ ഈസി നെയിമാണ് ഒരു കസ്റ്റമറിൻ്റെ മൈൻഡിൽ സ്റ്റേ ചെയ്യാനും കുറച്ചുകൂടെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യിക്കാനും എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള 4 പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഒരു പൊസിഷനിങ് ടെക്നിക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് പൊസിഷനിങ് ടെക്നിക്ക് ഒരു കസ്റ്റമറിൻ്റെ മൈൻഡിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ റെൻഡർ ചെയ്യിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. Now let's see what are the benefits of market positioning. Creating distinctive image. It helps in creating a distinctive place for a product or service in the minds of potential customers. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് പ്രത്യേകതരമായ ഒരു കൺസിഡറേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു മാർക്കറ്റ് പൊസിഷനിങ് വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. Providing a competitive edge. Positioning helps in providing a competitive edge to a product or service in the target market. മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കൈവരിക്കാനായിട്ട് നമ്മുടെ മാർക്കറ്റ് പൊസിഷനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. Studying the response of competitors. It helps in studying the possible moves and response of the competitors so that appropriate action can be taken on time. കൃത്യമായിട്ട് കോമ്പറ്റീറ്റേഴ്സിനെ സ്ട്രാറ്റജീസും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തൊക്കെയാണ് അവരുടെ മൂവ്സ് എന്നും അതനുസരിച്ചുള്ള ആക്ഷൻസ് ഓവർകം ചെയ്യാനുള്ള ആക്ഷൻസ് എല്ലാം എടുക്കാനായിട്ട് മാർക്കറ്റ് പൊസിഷനിങ് ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Inducing the potential buyers. It helps to provide the target market the reason for buying its product or service. ഒരു ടാർഗറ്റ് മാർക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനെ നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാനുള്ള ഒരു റീസൺ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ മാർക്കറ്റ് പൊസിഷനിൽ കൂടെ ചെയ്യുന്നത്. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇമേജും അതിൻ്റെ ബ്രാൻഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി പൊട്ടൻഷ്യൽ ബയേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുകയാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. Guidelines for marketing mix. It helps to provide guidelines for development of marketing mix. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാർക്കറ്റ് പൊസിഷനിങ് അനുസരിച്ച് നമ്മുടെ മാർക്കറ്റ് മിക്സിൻ്റെ അകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതിനും മാർക്കറ്റ് പൊസിഷനിങ് വളരെ ഹെൽപ്ഫുൾ ആണ്. Now let us see what are the positioning errors that can happen in an organization. Under positioning, some companies discover that buyers have only a vague idea of the brand. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നല്ലൊരു ഐഡിയ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് അണ്ടർ പൊസിഷനിങ് എന്ന് പറയുന്നത്. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നമ്മുടെ ആ ബ്രാൻഡിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട് എന്നൊരു നിലയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അണ്ടർ പൊസിഷനിങ് ആയി മാറും. Over positioning. Buyers may have too narrow image of their brand. എന്താണ് ബ്രാൻഡ് എന്ന് ബ്രാൻഡിനെ കുറിച്ച് അറിയാം, ഇന്ന പോലുള്ള ബ്രാൻഡ് ഉണ്ട് എന്നറിയാം, എന്നാലും ആ ബ്രാൻഡിനെ കുറിച്ചുള്ള ഐഡിയാസ് എന്താണെന്ന് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റണം. എന്താണ് ബ്രാൻഡ് വാല്യൂസ്, എന്താണ് ബ്രാൻഡ് ഓഫർ ചെയ്യുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതും ഒരു പൊസിഷനിങ് ഇററാണ്. Confused positioning. Buyers might have a confused image of the brand resulting for too much claim made by the company. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് ഡിഫറെൻറ്റ് ക്ലെയിംസ്, അതായത് ഒരുപാട് ഓഫേഴ്സും മറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോഴത്തേക്കും കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആവും ആ ബ്രാൻഡിനെ കുറിച്ച്. എന്താണ് ആ ബ്രാൻഡ് വാല്യൂ എന്താണ്, ആ ഓഫറിങ്സ് എല്ലാം സത്യമുള്ള കാര്യങ്ങളാണോ, ഇത്തരത്തിൽ ഒരു കസ്റ്റമറിലേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു പൊസിഷനിങ് ഇററാണ്. കസ്റ്റമറിനെ കൂടുതൽ ഓഫേഴ്സ് കൊടുത്ത് കൺഫ്യൂസ് ചെയ്യിക്കാതെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് ഫോർവേഡ് ചെയ്യുക. ഡൗട്ട്ഫുൾ പൊസിഷനിങ്. ബയേഴ്സ് ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു ബിലീവ് ദാറ്റ് ക്ലെയിംസ് ഓഫ് ദ ബ്രാൻഡ് in view of the product features, price or manufacturers. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ക്ലെയിംസ് സത്യമായിട്ടുള്ള കാര്യമാണോ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ പറയുന്ന തരത്തിലുള്ള ക്ലെയിംസ് ആ ബ്രാൻഡ് വാല്യൂവിന് ഉണ്ടോ, ആ ബ്രാൻഡ് അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ള ബ്രാൻഡാണോ, അത്തരത്തിലുള്ള പ്രൈസ് ആ ഒരു പ്രോഡക്റ്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു പൊസിഷനിങ് ഇറേഴ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലും നമുക്ക് ഒരു പൊസിഷനിങ് ആക്ടിവിറ്റി വഴി പല രീതിയിലുള്ള ഇറേഴ്സും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മാർക്കറ്റ് പൊസിഷനിങ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റ് പൊസിഷനിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ്.
നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനെ കുറിച്ച് കണ്ടു, മാർക്കറ്റ് ടാർഗറ്റിങ്ങിനെ കുറിച്ച് കണ്ടു, ഇന്ന് മാർക്കറ്റ് പൊസിഷനെ കുറിച്ച് കണ്ടു. ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്. സെഗ്മെൻറ്റേഷന് ശേഷമാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ്, അതിനുശേഷമാണ് മാർക്കറ്റ് പൊസിഷനിങ്. ഇത്തരത്തിലാണ് നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് അസൈൻമെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഡിഫൈൻ മാർക്കറ്റ് പൊസിഷനിങ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റ് പൊസിഷനിങ്, explain the benefits of market positioning and what do you mean by positioning errors. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളുടെ ബേസിൽ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ.